അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിലെ കാരണവരും എടപ്പുലം ചെറുകോട് ഭാഗങ്ങളിലൊക്കെ പൂസാലി തെയ്യു എന്നും സ്നേഹത്തോടെ നമ്മളൊക്കെ ജാതി മത ഭേദമന്യേ കുട്ടിയച്ചായി എന്ന് വിളിച്ചിരുന്ന പൂസാലി കുടുംബത്തിലെ പഴയ തലമുറകളുടെ അവസാനത്തെ കണ്ണിയായ നമ്മുടെ പൂജാരി തെയ്യുവിൻ്റെ വിയോഗവിവരം അറിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനൊരു വോയിസിൽ വരുന്നത്. നമ്മുടെ നാട് കാലങ്ങളോളമായി സ്നേഹവും സൗഹൃദവും നിലനിൽക്കുന്ന മണ്ണാണ്. ജാതി മതങ്ങൾക്കിടയിൽ വൻ മതിലുകൾ ഉയരാതെ കണ്ടും മറിഞ്ഞും കൊണ്ടും കൊടുത്തും സ്നേഹം പങ്കിട്ടുമൊക്കെ സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കുന്ന നാട്. സ്വന്തം ജീവിതത്തിലൂടെ സ്നേഹബന്ധങ്ങൾക്ക് വലിയ മാതൃക കാട്ടി നമ്മോട് വിട പറഞ്ഞ മഹാനായ സൂഫിയായിരുന്ന ഷെയ്ഖുന എടപ്പുലം മാനും ഉസ്താദിൻ്റെ നാട്. എന്നും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന നാട്. ഈ നാട്ടിലെ ഈ പൂജാരി കുടുംബത്തിന് നൂറ്റാണ്ടുകളെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കുടുംബത്തിലെ പഴയ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് കുട്ടിച്ചയുടെ വിയോഗത്തോടെ നെട്ടറ്റ് വീണത്. സഹോദര സമുദായത്തിൽ ആദരിക്കപ്പെടുന്ന ഈ ഭാഗമാണ് പൂജാരിമാർ. അവിടെ മതചടങ്ങുകൾക്കും മറ്റുമൊക്കെ നേതൃത്വം നൽകാറുള്ളവരും അതും ഇവർ തന്നെയാണ്. എല്ലാ ചടങ്ങുകളും ഇവരാണ് നിർവഹിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മതത്തിൽ ആദരിക്കപ്പെടുന്ന ഈ ഭാഗമാണ്. എല്ലാവരും അവരെ ആദരിക്കുകയും ചെയ്തിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും ഈ കുടുംബത്തിലെ പഴയകാല തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ കൈവശമില്ല എന്നതാണ് സത്യം. കുട്ടിച്ചയുടെ അച്ഛൻ വേലുക്കുഞ്ഞനും അമ്മ ചില്ലുവും അതുപോലെ തന്നെ വലിയച്ഛൻ വേലുവും കഴിഞ്ഞതിനപ്പുറത്തുള്ളവരെക്കുറിച്ച് വിവരമില്ല. വേലുവിൻ്റെ മക്കളും അവിടെ പരമ്പരയുമാണ് ഇന്ന് മേലെണ്ണത്തും പുതുപ്പറമ്പിലുമൊക്കെയായി താമസിച്ചു കൊണ്ടിരിക്കുന്നത്. 7 മുതൽ 70 വരെയുള്ളവർക്കിടയിൽ സ്നേഹം പങ്കിട്ടും തോളിൽ പിടിച്ചും സ്വന്തക്കാരാക്കി മാറ്റാൻ കുട്ടിച്ചയ്ക്ക് കഴിഞ്ഞിരുന്നു. പിതാക്കൾക്കൊപ്പം സുഹൃത്തായി നടക്കുമ്പോഴും അവിടെ മക്കൾക്കൊപ്പം ചങ്ങാതിയായി ബസ് സ്റ്റോപ്പിലും പേടിയ കുലായകളും മറ്റും തമാശ പറഞ്ഞിരിക്കുന്ന കുട്ടിച്ചയുടെ വിയോഗത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടത് സ്നേഹം മാത്രം ചൊരിഞ്ഞ് സ്നേഹം മാത്രം പരിചയമുള്ള ഒരു പിതാവിനെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പോർവിടി നടത്തുന്ന ഈ കാലഘട്ടങ്ങളിൽ കുട്ടിച്ചയെപ്പോലുള്ളവരുടെ വിയോഗം വലിയ നഷ്ടമായി നമ്മൾ കാണുകയാണ്. പഴയ കാലത്ത് പ്രത്യേകമായ പൂജാരി വേഷത്തോടെ ഓരോ വീടുകളും കയറിയിറങ്ങുന്ന രീതി ഇവിടെ അച്ഛൻ വേലുക്കുഞ്ഞിനുണ്ടായിരുന്നു. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരാദരവോടെ കാണുകയും അവരെ സ്വീകരിക്കുകയും സന്തോഷത്തോടെ അവരെ പറഞ്ഞിരിക്കുകയും ചെയ്തിരുന്ന പഴയ കാലത്ത് അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വിളക്കിയാറക്കയറ്റം നമുക്ക് കാണാം. ആ പേര് തന്നെ കിട്ടുന്നതിൽ ഈ പൂജാരിമാരുടെ മതാചാരവുമായി ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ആളുകൾക്ക് നടക്കാൻ പാടം മുറിച്ച് നടക്കാൻ പാകത്തിന് മാത്രം ഒരു ചെറിയ ചിറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ആ ചിറയിൽ ഇവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി വിളക്ക് കത്തിച്ച് വെക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് വിളക്ക് ചിറയായി മാറിയത്. വിളക്ക് കത്തിച്ച് വെക്കുന്ന ചിറയായതുകൊണ്ട് വിളക്ക് ചിറയായി മാറി. പിന്നീടത് പറഞ്ഞ് വിളക്കിയാറയായി മാറുകയാണ് ചെയ്തത്. ഈ കുടുംബത്തിലെ പഴമക്കാരടക്കം ചെയ്യപ്പെട്ടതും ഇവിടെ തന്നെയാണ്. മതാചാരപരമായി ഇരുത്തി മറവ് ചെയ്യപ്പെട്ട 8ഓളം വരുന്ന കല്ലറകൾ ഇവിടെ ഈ പൂസാരി കുടുംബത്തിൻ്റെ ശ്മശാനത്തിൽ ഭൂമിയിൽ കാണാവുന്നതാണ്. വേലുക്കുഞ്ഞിനടക്കം പുറത്തുനിന്ന് വന്നൊരു സന്യാസി നായരടക്കം ഇവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. പരേതരായ നമ്മുടെ പിതാക്കന്മാരുടെ അടുത്ത കൂട്ടുകാരനായിരുന്ന കുട്ടിച്ചയുടെ വീട്ടിൽ അദ്ദേഹം വിശ്രമജീവൻ നയിക്കുമ്പോൾ ഈ വിനീതൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുകയും വളരെ ആദരവോടെ അദ്ദേഹം സ്നേഹത്തോടെ അദ്ദേഹം സ്വീകരിച്ചിരുത്തുകയും പഴയകാല വർത്തമാനങ്ങളുമായി അവിടെ കുറേ സമയം ചെലവഴിച്ചുകൊണ്ടാണ് ഈ വിനീതൻ അവസാനമായി അദ്ദേഹത്തിനടുന്ന് തിരിച്ചു പോരുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ അവിടെ ജീവിതവും അന്നത്തെ നമ്മുടെ നാട്ടിലെ സ്നേഹവും അവിടെ സൗഹാർദ്ദവും അവിടെ കൂട്ടായ്മയുമൊക്കെ വിശദമായി അന്ന് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. അമുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ചില കാഴ്ചപ്പാടുകളും നമ്മൾക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം. വയജൂസു ദുആ ലിൽ കാഫിർ ബിനഹവി സിഹത്തിൽ ബദൽ ഹിദായ. അമുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടി ആരോഗ്യത്തിനും ഹിദായത്തിനും വേണ്ടി പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന്. അതുപോലെ തന്നെ അടുത്ത ബന്ധപ്പെട്ട അമുസ്ലിങ്ങൾ മരണപ്പെട്ടാൽ അവിടെ കുടുംബക്കാരെ പോയി ആശ്വസിപ്പിക്കുകയും പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയും വേണം. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അഖ്ലഫല്ലാഹു അലൈക് വല നഖസ അദദക്, അഖ്ലഫല്ലാഹു അലൈക് വല നഖസ അദദക്. ഈ പ്രാർത്ഥന നടത്തണമെന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു തആല പകരം തരട്ടെ, നിൻ്റെ എണ്ണം ഇനി അല്ലാഹു ചുരുക്കാതിരിക്കട്ടെ. ഈ പ്രാർത്ഥനയാണ് അമുസ്ലിമാകുന്ന അടുത്ത ബന്ധക്കാരൻ്റെ കുടുംബക്കാരൻ്റെ അല്ലെങ്കിൽ അടുത്ത ആളുകളുടെ വീട്ടിൽ പോയി പറയേണ്ടത് എന്ന്. ഇങ്ങനെ പറയാനും ഇസ്ലാമിക ശരീഅത്ത് നമ്മോട് കൽപ്പിക്കുകയാണ്.
ഇനി മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർക്ക് ചിലവിന് നൽകാനും അവരെ സംരക്ഷണം ഏറ്റെടുക്കാനും മുസ്ലിമായ മക്കൾക്ക് നിർബന്ധമാണ്, അവർക്ക് നിർബന്ധമായ കൽപ്പനയാണ്. അവിടെ ജാതിയോ മതമോ ഇല്ല, അമ്മ ഏതാണ് ഉമ്മ ആരാണ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അവരെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ഈ മക്കളുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം. മതങ്ങളുമായിക്കുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ മാനുഷിക പരിഗണന വിശാലമാണ്. അത് ഉൾക്കൊള്ളാനാണ് നമ്മളൊക്കെ തയ്യാറാവേണ്ടത്. നമ്മുടെ കുട്ടിച്ചിയുടെ വിയോഗത്തോടെ രോഗിയായ ഭാര്യ കുഞ്ഞിപ്പണ്ണിനും അതുപോലെ മക്കളായ കുഞ്ഞട്ടൻ സൂര അടക്കമുള്ള ശ്രീജക്കും അതുപോലെ വിനീതയുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടത് സ്നേഹനിധിയായ ഒരു പിതാവിനെയാണ്. അവർക്ക് നഷ്ടപ്പെട്ടതൊരു കുടുംബനാഥനെയാണ്. രോഗിയായ അമ്മ കുഞ്ഞിപ്പണ്ണിനും കുടുംബത്തിനും അല്ലാഹു ആ രോഗശമനം നൽകട്ടെ, ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.